ചില ചെറുപ്പക്കാർ ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ മാറൂല, നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഞങ്ങളാരും മാറൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് നന്നാകാൻ പറ്റാത്തത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്ന, ആ ഖുർആനിനെ നീ ബഹുമാനിക്കാത്തത് കാരണമാ ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ. അങ്ങനെ കളയാനുള്ളതല്ല മോനെ ഖുർആൻ, അങ്ങനെ കളിയാക്കാനുള്ളതല്ല ഖുർആൻ, നിനക്ക് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല ഖുർആൻ. ആ ഖുർആനിനൊരു പവർ ഉണ്ടോ, അത് അല്ലാഹുവിന്റെ കലാമാ. അത് മരിച്ച വീട്ടിൽ യാസീൻ ഓതാൻ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല, റമളാൻ മാസത്തിന്റെ 27-ാം രാവിലെ പൊടി തട്ടിയെടുക്കാനുള്ള ഗ്രന്ഥം മാത്രമല്ല ഖുർആൻ. നിനക്ക് ആ ഖുർആനിന്റെ വിലയറിയില്ലല്ലോ, തമാശയല്ലേ, കളിയാക്കലല്ലോ, തൊടാറില്ലല്ലോ, ബഹുമാനിക്കാറില്ലല്ലോ. എന്നാൽ ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഈ ഖുർആൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ആ ഖുർആനിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടോ?